أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. സമാധരണീയരായ വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിത നേതാക്കളെ, മഹല്ല് ജമാഅത്തിന്റെ ഭാരവാഹികളെ, രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വെള്ളിയാഴ്ചയുടെ രാവ് കൂടെ ഭൂമി ജീവിതത്തിൽ നമുക്ക് ഒന്നിക്കുവാൻ തൗഫീഖ് നൽകിയ പോലെ ഇനിയും ജീവിതത്തിൽ ഒരുപാട് വെള്ളിയാഴ്ച രാവുകൾ സ്വാഗതം ചെയ്യാനും ധന്യമാക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ വിഷയം വിചാരണയുടെ നാളുകൾ എന്നതാണ്. വളരെ വിശാലമായൊരു വിഷയത്തിലേക്ക് ഒരു ചെറിയ എത്തിനോട്ടം മാത്രം നടത്തുകയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ നിർവഹിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിചാരണയുടെ നാളുകൾ മനുഷ്യ ജീവിതത്തിൽ കടന്നു വരാനുള്ള വളരെ സുപ്രധാനമായ ചില ദിനങ്ങളാണ് ഇതല്ലെങ്കിൽ ദിവസമാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യ ജീവിതം പ്രധാനമായി 5 ഘട്ടമുണ്ട് എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഒന്ന് ആലമുൽ അർവാഹ്, റൂഹുകളുടെ ലോകത്ത് ഉള്ള ജീവിതം. 2 റഹിമു ഉമ്മിഹി, മാതാവിന്റെ ഗർഭപാത്രം. റൂഹുകളുടെ ലോകത്ത് നിന്ന് ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നമ്മൾ വന്നു. 3 അൽ ഹയാത്തു ദുന്യവിയ്യ, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയാകുന്ന ലോകത്തേക്ക് നമ്മൾ കടന്നു വന്നു. ചില ആളുകളൊക്കെ 1-ാം ലോകത്താണ് ഇപ്പോഴും ഉള്ളത്. വേറെ ചില ആളുകൾ 2-ാം ലോകത്താണ്, ഉമ്മമാരുടെ ഗർഭപാത്രത്തിലാണ്. നമ്മളോടൊപ്പം ഭൂമിയിൽ ഇന്ന് വരെ ജീവിച്ചിരിക്കുന്നയാൾ, ഇപ്പൊ വരെ ജീവിച്ചിരിക്കുന്ന ആളുകൾ 3-ാം ഘട്ടത്തിലാണ്. 4-ാം ഘട്ടം ബർസഖ്. ബർസഖ് എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷം മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ 2ാമത് ഊതുന്നവരെയുള്ള ജീവിതം, അതാണ് ബർസഖിയായ ജീവിതം. നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾ ആ ജീവിതത്തിലേക്ക് കടന്നു പോയവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം അല്ലാഹു പ്രകാശിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഖബറിലെ വല്ല വിഷമങ്ങളും ഉണ്ടെങ്കിൽ അല്ലാഹു അത് അകറ്റി കൊടുക്കുമാറാകട്ടെ. പല ആളുകളും 4-ലാണ്. ഇനി നമ്മളും 4-ലേക്ക് പോകാനിരിക്കുകയാണ്. 4 കഴിഞ്ഞാൽ പിന്നെ 5-ാമത്തെ ഘട്ടമാണ്. മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ 2ാമത് ഊതിക്കഴിഞ്ഞാൽ മരണപ്പെട്ടു പോയ മുഴുവൻ മനുഷ്യരും ഖബറുകളിൽ നിന്ന് പുനരുദ്ധാരണം ചെയ്യപ്പെടുകയാണ്. ഫൈദാ നുഫിഖ ഫീഹി ഉഖറാ ഫൈദാ ഹും ഖിയാമുൻ യൻദുറൂൻ. മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ പുനർജന്മം നൽകുവാനുള്ള ഊതൂതിക്കഴിഞ്ഞാൽ എല്ലാവരും ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരും. പരിശുദ്ധ ഖുർആനിൽ ഖലല്ലാഹു അസ്സ വജൽ, അതായത് മരണപ്പെട്ടു പോയ എല്ലാ ആളുകളെയും ഖബറുകളിൽ നിന്ന് മഹ്ശറിലേക്കായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ്. ആരാണിത് പറയുന്നതെന്നറിയുമോ? ഇത് പറയുന്നത് ആരാണോ മനുഷ്യനെ ഈ ഭൂമി സംവിധാനിച്ച് ഭൂമിയിലേക്ക് നിയോഗിച്ചതവനാണ്.
ആരാണോ ഈ അണ്ടകടാഹത്തെ ഇന്നും മനുഷ്യന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത രഹസ്യങ്ങളുടെ കലവറയായ അണ്ടകടാഹത്തിന്റെ സംവിധായകൻ ആരാണോ ആ രാജാതിരാജനായ അല്ലാഹുവാൻ. അരാജാതിരാജനായ റബ്ബാണ് പഠിപ്പിക്കുന്നത്, മനുഷ്യരെ അണ്ടകടാഹത്തെ സംവിധാനിച്ച് അതിൽ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് എല്ലാ സംവിധാനങ്ങളും ചെയ്ത ഞാൻ മരണശേഷം നിങ്ങളെ മഹ്ശറയിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഫദക്കിർ, അതുകൊണ്ട് നബിയെ അങ്ങ് ആ കാര്യം സമൂഹത്തെ ഉണർത്തണം. ഫദക്കിർ ഇന്ന ഫഅതിൽ ദിക്റാ, ആളുകൾക്ക് ഉപദേശം ഫലം ചെയ്തേക്കാം നബിയെ. അതുകൊണ്ട് അങ്ങ് ആളുകളോട് ഈ കാര്യം പറയണം. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നമ അൻത മുദക്കിർ, നബിയെ അങ്ങക്ക് ഓർമ്മപ്പെടുത്തേണ്ട ചുമതല മാത്രമേ ഉള്ളൂ. ലസ്ത അലൈഹിം ബിമുസൈതിർ, ലസ്ത അലൈഹിം ബിമുസൈതിരിൻ ഇല്ലാ മൻ തവല്ലാ വകഫർ ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ. അതുകൊണ്ട് നബിയെ ആരെങ്കിലും പിന്തിരിഞ്ഞു കളഞ്ഞാൽ അതിന്റെ ശിക്ഷ അവനാണ് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു യാസീനിൽ പഴയ കാലത്തെ ആളുകൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നു പ്രവാചകന്മാരോട്. ഇന്ന് ചില പുതിയ ആളുകളും ആ ചോദ്യം ഉന്നയിക്കുന്ന ആളുകളുണ്ട്. അവരാണ് ബുദ്ധിരാക്ഷസന്മാർ എന്നറിയപ്പെടുന്നവർ. എന്നാൽ അവരാണ് ലോകത്തെ പമ്പര വിഡ്ഢികൾ. എന്റെ സഹോദര, എല്ലുകൾ നുരമ്പിപ്പോയതിനു ശേഷം മരണപ്പെട്ട് ഖബറിൽ കൊണ്ടുപോയി വെച്ചു, മണ്ണിൽ കൊണ്ടുപോയി വെച്ചിട്ട് ശരീരത്തിന്റെ എല്ലും തോലും അതെല്ലാം മലിഞ്ഞു മണ്ണോട് ചേർന്ന് പോയതിനു ശേഷം, എല്ലുകൾ നുരമ്പിപ്പോയതിനു ശേഷം ഈ എല്ലുകളെ ആരാണ് എഴുന്നേൽപ്പിക്കുക എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നബിയെ അങ്ങ് പറയുക, ഈ എല്ലുകളും ഈ എല്ലും ശരീരവും ഒന്നുമില്ലാതെ ഒരു രൂപമോ ഭാവമോ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ആരാണോ ഈ ശരീരത്തെ സൃഷ്ടിച്ചത്, രൂപങ്ങളില്ലാതെ ഭാവങ്ങളില്ലാതെ സൃഷ്ടിച്ചവനായ അല്ലാഹു, ആ റബ്ബ ശരീരങ്ങളെ രണ്ടാമത് മടക്കിപ്പടക്കാൻ, നുരുമ്പിപ്പോയ എല്ലുകളിൽ നിന്ന് രണ്ടാമത് ശരീരങ്ങളെ മടക്കിപ്പടക്കാൻ നിങ്ങൾക്ക് അല്ലാഹുവിന് പ്രയാസമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവനെല്ലാ സൃഷ്ടിപ്പും അറിയുന്നവനാണ് അവനെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനേറെ എന്റെ സഹോദര, മരണപ്പെട്ടതിന് ശേഷം മനുഷ്യനെ ജീവിപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ യാതൊരു പ്രയാസവും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് നമ്മുടെ മുമ്പിൽ പലവിധ അത്ഭുതങ്ങളും കാണിച്ചു കൊണ്ടിരിക്കുന്ന ശാസ്ത്രമുണ്ടല്ലോ. ആ ശാസ്ത്രം തന്നെ പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിലെ കോശമെന്ന് പറയുന്ന ഒരു ചെറിയ ഘടകമുണ്ടെങ്കിൽ, മനുഷ്യന്റെ ലഗ്നനേത്രങ്ങൾക്ക് പോലും കാണാൻ കഴിയാത്ത സെല്ലുണ്ടെങ്കിൽ, കോശമുണ്ടെങ്കിൽ, മനുഷ്യന്റെ രൂപത്തിലുള്ള ഭാവത്തിലുള്ള ഒരുപാട് ആളുകളെ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നുവെങ്കിൽ, ഈ മനുഷ്യനെ ആദ്യമായി രൂപങ്ങളില്ലാതെ ഭാവങ്ങളില്ലാതെ അങ്ങനെ ലോകം ചിന്തിക്കുന്നതിന് പോലും മുൻപ് സൃഷ്ടിച്ചു പറഞ്ഞയച്ച സൃഷ്ടിച്ചു വിട്ടവനായ രാജാതിരാജനായ അല്ലാഹു, ആ റബ്ബിനെ നിങ്ങളെ മടക്കി പടക്കാൻ പ്രയാസമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അല്ലാഹു ചോദിക്കുകയാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ. അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ച റബ്ബ് നമ്മളോട് ചോദിക്കുകയാണ്, അലൈസ ബിഖാദിരിൻ അലാ അയ്യുഹിയൽ മൗതാ, മരണപ്പെട്ടു പോയ മനുഷ്യനെ രണ്ടാമത് ജീവിപ്പിക്കുവാൻ അല്ലാഹുവിന് കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എങ്കിലത് നിങ്ങൾ മനസ്സിലാക്കുന്നത് തെറ്റാണെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മൾ മരിച്ചു, ഖബറിൽ കൊണ്ടുപോയി വെച്ചു, ഖബർ മണ്ണിനോട് ചേർന്ന് പോയെന്ന് വെക്കുക. എന്നാലും റബ്ബ് നമ്മെ എഴുന്നേൽപ്പിക്കുമെന്നാണ് അല്ലാഹു പറഞ്ഞത്. എന്തിനു വേണ്ടി? ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, നിങ്ങളിലേക്കാണ് എന്റെ
മടക്കം, നിങ്ങൾ എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം. പിന്നെ ഞാൻ നിങ്ങളുടെ വിചാരണ ചെയ്യുമെന്ന്, നിങ്ങൾക്ക് ഞാൻ നൽകിയ ജീവിതത്തെ കുറിച്ച് ഞാൻ നിങ്ങളെ വിചാരണ ചെയ്യുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദര, അങ്ങനെ ഖബറുകളിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് വരും. ആ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പായി, അതായത് ഇസ്രാഫീൽ അലൈഹിസ്സലാം, ഇസ്രാഫീലിന് 3 ഊത്തുണ്ട് എന്റെ സഹോദരങ്ങളെ. 3 തവണ ഇസ്രാഫീൽ ഊതും. ഒന്നാമത്തെ ഊത്ത് ഫൈദാ നുഫിഖ ഫിസ്സൂരി നഫഖത്തുൻ വാഹിദ വഹുമിലത്തിൽ അർളു വൽ ജിബാൽ ഫദുക്കതാ ദക്കതൻ വാഹിദ. ഒന്നാമത്തെ ഊത്ത് അത് പേടിപ്പെടുത്തുവാനുള്ള ഊത്താണ്. ഒന്നാമത്തെ ഊത്തോടുകൂടെ അണ്ടകടാഹത്തിന്റെ ലൈസൻസ് നഷ്ടപ്പെടും. പരസ്പരം എന്തെന്നില്ലാത്ത രീതിയിൽ കറങ്ങിത്തിരിക്കും, പരസ്പരം കൂട്ടിയിടിച്ചു പ്രപഞ്ചം തകരാനൊരുങ്ങും. ആദ്യത്തെ ഊത്ത് പേടിപ്പിക്കുന്ന ഊത്താണ്. രണ്ടാമത്തെ ഊത്താണ് മനുഷ്യനെ നശിപ്പിക്കാനുള്ള ഊത്ത്. മൂന്നാമത്തെ ഊത്താണ് മനുഷ്യനെ പുനർജന്മം നൽകുവാനുള്ള ഊത്ത്. രണ്ടാമത്തെ ഊത്തോടുകൂടെ ശ്രദ്ധിക്കണം, മനുഷ്യനെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള, ഞാൻ പറഞ്ഞു വരുന്നത് ഹിസാബിന്റെ നാടിലേക്കാണ്. ശ്രദ്ധിക്കണം വിഷയം. രണ്ടാമത്തെ ഊത്തോടുകൂടെ ഭൂമിയാസകലമെന്നല്ല, അണ്ടകടാഹം മുഴുവൻ അല്ലാഹു നശിപ്പിച്ചു കളയും. അവസാനം രാജാതിരാജനായ അല്ലാഹുവല്ലാതെ മറ്റൊരാളും ശേഷിക്കാത്തതിനുമുണ്ടാകും. റബ്ബ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു മാത്രം, ആ റബ്ബ് മാത്രം, റബ്ബിന്റെ സാന്നിധ്യം മാത്രം ഉണ്ടാകുന്ന ഒരു സമയമുണ്ട്. അല്ലാത്തതെല്ലാം നശിച്ചു പോകും, അല്ലാഹു മാത്രം ശേഷിക്കും. അങ്ങനെയുള്ള ആ രണ്ടാമത്തെ ഊത്തിലാണ് ലോകം തകരുന്നത്. ആ സമയം ഭൂമിയാകമാനം നിരപ്പാക്കി മാറ്റപ്പെടുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. ഹിസാബിനുള്ള കളം ഒരുങ്ങുന്ന വിഷയമാണ് നമ്മൾ പറയുന്നത്. അതിന് മുന്നോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ ഈ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിന്നാണ് സംസാരിക്കുന്നത്. അത് തന്നെ സംസാരിച്ചു തീർക്കുവാനുള്ള സമയവും നമുക്ക് ലഭിക്കുകയില്ല. എന്നാലും ആവുന്നിടത്തോളം പറയാനുള്ള ശ്രമം നടത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ഊത്തോടുകൂടെ ഭൂമിയെ, മൂന്നാമത്തെ ഊത്തിന് ശേഷമുള്ള മഹ്ശറക്ക് വേണ്ടി അല്ലാഹു തയ്യാർ ചെയ്യുകയാണ്. ഫയദറുഹാ ഖാഅൻ സഫാ ലാ തറാ ഫീഹാ ഇവജൻ വലാ അംതാ. ഭൂമിയിലുള്ള കുഴികളും കുണ്ടുകളും എല്ലാം തൂർക്കപ്പെടും. എല്ലാം തൂർക്കപ്പെട്ട് നിരന്ന രീതിയിലേക്ക് ഭൂമി മാറ്റപ്പെടുകയാണ്. മാത്രമല്ല, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി കേൾപ്പിക്കുകയാണ്, അങ്ങനെ ഭൂമിയിലെ കുണ്ടും കുഴിയുമെല്ലാം തീർത്ത് ഭൂമി പരന്ന വിശാലമായ ഒരു മൈതാനം പോലെയാക്കപ്പെടും. ആയിട്ടില്ല, ലക്ഷക്കണക്കായ പോരാ, കോടിക്കണക്കായ പോരാ, കോടിക്കണക്കായ മനുഷ്യന്മാർ ഭൂമിലോകത്ത് ജീവിച്ചു കഴിഞ്ഞു പോയിട്ടുണ്ടാകും. ഇതുവരെ ജീവിച്ചവർ, ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇനി ഖിയാമത്ത് നാളെ വരെ വരാനുള്ളവർ, എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൂടാനുള്ള സ്ഥലം ഭൂമിയിൽ ഉണ്ടാവുകയില്ല. അപ്പൊ എന്തു ചെയ്യണം? എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. മഹ്ശറ എവിടെയാണ് എന്നൊരു സംശയം ഉണ്ടാകാറുണ്ട് നമുക്ക്. പണ്ഡിതന്മാർ പറയുന്നു, ഈ ആയത്തുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഈ ഭാഗം പണ്ഡിതന്മാർ പറയുന്നു, മഹ്ശറ ഭൂമി തന്നെയാണ്. ഭൂമിയിൽ തന്നെയാണ് മഹ്ശർ ഒരുക്കപ്പെടുന്നത്. അതിനായി പ്രത്യേകം സജ്ജീകരിക്കപ്പെടുകയാണ് ഭൂമി. ആ സജ്ജീകരണമാണ് നമ്മൾ ഈ പറയുന്നത്. ഭൂമി ഉൾക്കൊള്ളാൻ കഴിയില്ല മനുഷ്യരെ. അപ്പൊ എന്തു ചെയ്യുമെന്നറിയുമോ? ഞാൻ ഇന്ന് അധികവും ഓതുക ആയത്തുകളായിരിക്കും. അനിവാര്യമായ സ്ഥലത്തെ ഹദീസുകൾ മാത്രം ഓതും, അതും സ്വഹീഹായ ഹദീസുകൾ. അത്രമേൽ അല്ലാഹു മഹ്ശറെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം? ഈ ദിനത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തലാണ് ഗൗരവമുള്ള വിഷയം എന്നതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, ഈ ഭൂമിയെ മനുഷ്യർക്ക് നിൽക്കാൻ, മഹ്ശറ നടത്താൻ, ആളുകളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയിട്ട് ഹിസാബ് നടത്താൻ മാത്രം മതിയാവുകയില്ല. അപ്പൊ എന്തു ചെയ്യുമെന്നറിയുമോ? ഭൂമിയെ അടിച്ചു പരത്തും. ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
നല്ല സ്വലാത്ത് ചൊല്ലണം. വെള്ളിയാഴ്ച രാമൻ സ്വലാത്ത് കൊണ്ട് ധന്യമാകണം. അല്ലാഹു നമ്മുടെ സദസ്സ് ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കി തരട്ടെ. ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഭൂമിയെ മഹ്ശറക്ക് വേണ്ടി അല്ലാഹു അടിച്ചു പരത്തും, ഇതുപോലെ സുപ്ര അടിച്ചു പരത്തുന്ന പോലെ എന്നാണ് ഹദീസിലുള്ളത്. അപ്പൊ ഈ ഭൂമി ജനങ്ങൾക്കൊന്നാകെ നിന്ന് വിചാരണ നടത്താനുള്ള സംവിധാനം ഉണ്ടാകാത്തത് കൊണ്ട് ഭൂമിയെ അടിച്ചു പരത്തുമ്പോൾ ഭൂമിയിലെ ഉൾഭാഗത്തുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് തള്ളപ്പെടും. അങ്ങനെയാണല്ലോ, കട്ടിയുള്ള ഒരു സാധനം അത് പൊളിച്ച് വീഴ്ത്തുമ്പോൾ അതിന്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്താകും, വെളിയിലാവും. അതാണ് ഭൂമി അല്ലാഹു അടിച്ചു പരത്തുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്, ഭൂമി ഇപ്പൊ കാണുന്ന രീതിയിലല്ലാതെ പുതിയൊരു രീതിയിലേക്ക് സംവിധാനം ചെയ്യപ്പെടുകയാണ്. വസ്സമാവാതു, ഭൂമിയും ആകാശങ്ങളുമെല്ലാം പറ്റേ നശിപ്പിച്ച് ഇല്ലാതെയാക്കുകയില്ല. അത് നശിപ്പിച്ചതിന് ശേഷം മറ്റൊരു രീതിയിലേക്ക് അല്ലാഹു സംവിധാനം ചെയ്യുമെന്ന് അല്ലാഹു തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം മനുഷ്യരെ മൂന്നാമത്തെ ഊത്തിന് ശേഷം പുനർജന്മം ചെയ്യുകയാണ്. ആ പുനർജന്മത്തിന് മുമ്പായി മഹ്ശറക്ക് വേണ്ടി ഭൂമി അല്ലാഹു സംവിധാനം ചെയ്യുമെന്ന് ഖലല്ലാഹു അസ്സ വജൽ. ഭൂമി അതിനു വേണ്ടി സംവിധാനം ചെയ്തതിനു ശേഷമാണ് മനുഷ്യരെ അല്ലാഹു എഴുന്നേൽപ്പിക്കുന്നത്. മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം മഹാനവറുകളോട് മൂന്നാമതും സുറന്ന കാഹളത്തിൽ ഊതാൻ പറയും. അപ്പൊ ഇസ്രാഫീലും മരണപ്പെട്ടു പോയിട്ടുണ്ടാകും നേരത്തെ. രണ്ടാമത്തെ ഊത്തോടുകൂടെ എല്ലാവരെയും നശിപ്പിച്ചതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ശേഷിച്ചിരിക്കുന്ന മലക്കുകളുള്ളവരെയും അല്ലാഹു മരിപ്പിക്കുകയാണ്. അവസാനം മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കുന്ന രംഗം ഹദീസുകളിൽ കാണുന്നുണ്ട്, മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അസ്റായീൽ മരിക്കുമ്പോൾ വേദന അനുഭവിക്കുമ്പോഴാണ് അസ്റായീലിന് ഞാൻ ജനങ്ങളുടെ റൂഹ് പിടിച്ചപ്പോൾ അവർക്ക് അനുഭവപ്പെട്ട വേദന എന്താണ് എന്ന് അസ്റായീലിന് മനസ്സിലാവുക. അതുവരെ അസ്റായീലിന് അത് മനസ്സിലാവുകയില്ല. കാരണം എന്താ? ആ കാര്യം നിർവഹിക്കാൻ അല്ലാഹു ഏൽപ്പിച്ച മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് അസ്റായീൽ അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഒരു ദിവസം 7 തവണ അസ്റായീൽ ഓരോരുത്തരുടെയും അടുത്ത് വന്ന് പോകുന്നുണ്ടെന്നാണ്. നമ്മൾ ഈ പറയുന്ന സമയം ഒരുപക്ഷെ ഈ സദസ്സിലുണ്ടോ, അത് കേൾക്കുന്നുണ്ടോ എന്ന് പോലും അറിയാത്ത, പലതും അറിയാത്ത, വിവരം കുറഞ്ഞവരായ നമുക്കതറിയില്ല. അല്ലാഹു നല്ല മരണം പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെ അത് അവസാനം മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മരണപ്പെടുകയാണ്. എല്ലാവരെയും അല്ലാഹു നശിപ്പിക്കും. എന്നിട്ട് സൂറന്ന കാഹളത്തിൽ മൂന്നാമത് ഊതണം ആളുകളെ എഴുന്നേൽപ്പിക്കാൻ. ആ ഊത്തിന് മുമ്പായി മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു എഴുന്നേൽപ്പിക്കുകയാണ്. പടച്ചറബ് എഴുന്നേൽപ്പിക്കും. മഹാനായ ജിബ്രീൽ, മഹാനായ മീകായിൽ, മഹാനായ ഇസ്രാഫീൽ, മഹാനായ അസ്റായീൽ, ഈ 4 മലക്കുകളെയും അല്ലാഹു ആദ്യം പുനർജന്മം നൽകുകയാണ്. എന്നിട്ട് അവരോട് പറയും, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുനർജന്മം ചെയ്തുകൊണ്ട് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ്. ലോകം പുനർജന്മം നൽകപ്പെടുന്നതിന് മുമ്പായി അതാണല്ലോ റസൂലുള്ള പറഞ്ഞത്, അനാ അവ്വലു മൻ യുബ്അഥു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദ്യം യാത്രയാക്കപ്പെടുന്നയാൾ ഞാനാണെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ പുനർജന്മം നൽകുവാനുള്ള ഊത്തിന് മുമ്പായി 4 മലക്കുകളെയും അല്ലാഹു പുനർജന്മം നൽകും. എന്നിട്ട് അവരോട് പറയും, എന്റെ ഹബീബിനെ വിളിച്ചുകൊണ്ടുവരണം. അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഭൂമിയാസകരം അവർ അന്വേഷിക്കും.
അന്വേഷിക്കും, പക്ഷെ റസൂലുള്ളാഹിന്റെ റൗള കാണാൻ കഴിയുകയില്ല. കാരണം ഭൂമിയാകമാനം തകിടം മറിക്കപ്പെട്ടിട്ടുണ്ട്. റബ്ബിനോട് അവർ ചോദിക്കും, എവിടെയാണ് റബ്ബേ റസൂലുള്ളാഹിന്റെ ഖബർ? അപ്പോൾ അല്ലാഹു പറയുമതാ, ഭൂമിയിൽ നിന്ന് ആ പ്രകാശം കാണുന്ന സ്ഥലം കണ്ടില്ലേ നിങ്ങൾ? ആ പ്രകാശം വരുന്ന സ്ഥലമാണ് എന്റെ ഹബീബിന്റെ റൗള എന്ന് അല്ലാഹു അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. 4 മലക്കുകളും ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന് ചുറ്റുമായി ചെന്ന് നിൽക്കുകയാണ്. അസ്റാ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ, അസ്റായീൽ അലൈഹിമസ്സലാം 4 മലക്കുകളും ഖബറിന്റെ അടുക്കൽ ചെന്ന് നിൽക്കുന്നു. ഓരോരോ പറയുന്നു, നിങ്ങൾ വിളിക്ക റസൂലുള്ളാഹിനെ. എല്ലാവരും സലാം ചൊല്ലി റസൂലുള്ളാഹിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആര് വിളിക്കണം? ജിബ്രീൽ പറയും മീകായിലിനോട്, മീകായിലെ നിങ്ങൾ വിളിക്കൂ റസൂലുള്ളാഹിനെ, എനിക്ക് വിളിക്കാൻ ലജ്ജയാകുന്നു. മീകായിൽ പറയും ഇസ്രാഫീലിനോട്, ഇസ്രാഫീലെ ഞാനല്ല വിളിക്കാൻ നല്ലത് നിങ്ങളാണ്. ഇസ്രാഫീൽ പറയുന്നു അസ്റായീലിനോട്, അസ്റായീലെ നിങ്ങളല്ലേ റസൂലുള്ളാഹിന്റെ റൂഹ് പിടിച്ചയാൾ, അതുകൊണ്ട് നിങ്ങളാണ് വിളിക്കാൻ നല്ലത്, ഞങ്ങളല്ല. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറുശറൗളയുടെ അടുത്ത് വെച്ച് ഇങ്ങനെ സംസാരം നടക്കുകയാണ്. അസ്റായീൽ പറയും ജിബ്രീലിനോട്, ജിബ്രീലെ നിങ്ങൾ വിളിക്കൂ, നിങ്ങളല്ലേ സാധാരണയായി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരാറുള്ളത്, റബ്ബിന്റെ വഹയുമായി സന്ദേശവുമായി, അതുകൊണ്ട് നിങ്ങൾ വിളിക്കൂ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അതാ റസൂലുള്ളാഹിനെ വിളിക്കുകയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖും ബിഇദ്നില്ലാഹ്. റബ്ബിന്റെ സമ്മതപ്രകാരം അങ്ങ് എഴുന്നേറ്റ് വരൂ നബിയേ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിക്കുകയാണ്. ആ വിളി അങ്ങ് വിളിക്കുന്ന സമയത്ത് ദാ റൗള ശരീഫ് പിളരുകയാണ്. മുത്ത് റസൂലുള്ളാഹിന്റെ ഖബർ ശരീഫ് പിളരുന്നു. ആ ഖബറിൽ നിന്ന് മുത്ത് റസൂൽ എഴുന്നേറ്റ് വരികയാണ്. റസൂലുള്ളാഹ് തലയിൽ നിന്നും മണ്ണ് തട്ടിക്കൊടഞ്ഞുകൊണ്ടാണ് എഴുന്നേറ്റ് വരിക എന്ന ഹദീസിൽ കാണാം. അങ്ങനെ അതാ പുനർജന്മത്തിന് തുടക്കം കുറിക്കപ്പെടുകയാണ്. ആദ്യമായി മനുഷ്യരുടെ കൂട്ടത്തിൽ പുനർജന്മം നൽകപ്പെടുന്നയാൾ ഞാനാണെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷമാണ് എന്റെ സഹോദര മറ്റുള്ളവർ പുനർജന്മം നൽകപ്പെടുന്നത്. റസൂലുള്ള പുനർജന്മം നൽകപ്പെട്ട ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയം തന്നെ അതാ ശരീരത്തിൽ നിന്ന് മണ്ണ് തട്ടിക്കുടഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വരികയാണ്. എഴുന്നേറ്റ് വരുമ്പോ സലാം ചൊല്ലുന്നു, സലാം മടക്കുന്നു. റസൂലുള്ള എഴുന്നേറ്റ് വന്നപാട് ചോദിക്കുകയാണ്, ജിബ്രീലേ റസൂലുള്ള പുറത്തേക്ക് വരുമ്പോ ഈ ചുറ്റുഭാഗത്തും ഇരിക്കുന്ന മലക്കുകളതാ സ്വർഗത്തിൽ നിന്ന് രാജാതിരാജനായ അല്ലാഹു തന്നയച്ചിരിക്കുന്ന വസ്ത്രം, റസൂലുള്ളാഹിക്ക് ധരിക്കാറുള്ള വസ്ത്രം അതാ റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വസ്ത്രം വാങ്ങുന്നതിന് മുമ്പ്, അത് ധരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹ് ചോദിക്കുകയാണ് ജിബ്രീലിനോട്, ജിബ്രീലേ അയ്ന ഉമ്മത്തി യാ ജിബ്രീൽ, ജിബ്രീലേ എവിടെയാണ് എന്റെ ഉമ്മത്ത്? എന്റെ അബൂബക്കർ എവിടെ? എന്റെ ഉസ്മാൻ എവിടെ? എന്റെ അലി എവിടെ? എന്റെ സ്വഹാബത്ത് എവിടെ? അവരെ പിന്തുടർന്ന് ജീവിച്ചവരെവരെ? അങ്ങനെ ഖിയാമത്ത് നാൾ വരെ എന്നിലൂടെ അല്ലാഹു പൂർത്തീകരിച്ച ഇസ്ലാം അംഗീകരിച്ച് ജീവിച്ചവർ എന്റെ സമുദായം എവിടെയാണ്? മലക്കുകളെ എന്റെ ഉമ്മത്ത് അയ്ന ഉമ്മത്തി, എവിടെയാണ് എന്റെ ഉമ്മത്തെന്ന് ചോദിച്ചുകൊണ്ട് റസൂലുള്ളാഹ് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര, ഇവിടെ വന്നിട്ട് ഞാനത് പറയുന്നത് വരെ മുത്ത് റസൂലിനെ കുറിച്ച് ചിന്തിച്ചിരുന്നോ? ഇന്ന് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പലരെയും കുറിച്ച് നമ്മൾ അന്വേഷിച്ചില്ലേ ജീവിതത്തിൽ? ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് കരയേണ്ട ഘട്ടമായ മുഹമ്മദ് മുസ്തഫ, ഏതൊരു ഘട്ടത്തിലും നമ്മളെ കുറിച്ച് ചിന്തിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബിനെ കുറിച്ച് ഇന്നിന്റെ പകൽ ചിന്തിച്ചിരുന്നു. ഉറക്കച്ച് നല്ല ഭക്തിയോടുകൂടെ സ്വലാത്ത് ചൊല്ലുക. അല്ലാഹു മദീനയിലേക്ക് എത്തിച്ചു തരുമാറാകട്ടെ. മദീനയിൽ എത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിനടുത്ത് ചെന്ന് സലാം ചൊല്ലാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ചോദിക്കുമ്പോൾ മലക്കുകൾ പറയുന്നു ഇല്ല. ജിബ്രീൽ പറയുന്നു യാ റസൂലല്ലാഹ് അങ്ങ് സമാധാനിക്കണം, അങ്ങയുടെ ഉമ്മത്തിൽ ആരെയും പുനർജന്മം ചെയ്തിട്ടില്ല, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാളെയും പുനർജന്മം ചെയ്തിട്ടില്ല, ആദ്യമായി പുനർജന്മം ചെയ്യപ്പെട്ടയാൾ അങ്ങയാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ ചോദിക്കുകയാണ് എപ്പോഴാണ് അവർ കടന്നു വരിക, എന്റെ ഉമ്മത്തിനെ കാണാൻ, എന്റെ ഉമ്മത്തിനെ കാണാൻ എപ്പോഴാണ് അവർ കടന്നു വരിക? റസൂലുള്ളാഹിന്റെ ചോദ്യം മഹാനായി ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതിയാൽ പുനർജന്മത്തിന്റെ നാളുകളായി നബിയെ ഹബീബായ നബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അതിനുശേഷമാണ് അല്ലാഹു മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് സൂറന്ന കാഹളത്തിൽ ഊതാൻ വേണ്ടി പറയുന്നത്. ثم فيهم نفخ فيه أخرى فإذا هم قيام ينظرون. മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ പുനർജന്മത്തിന്റെ ഊതൂതിയാൽ ഫഇദാ ഹും ഖിയാമുൻ യൻദുറൂൻ, ഖബറുകൾ പിളർന്ന ആളുകൾ പുറത്തേക്ക് വരികയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊടുത്തിരിക്കപ്പെടുത്ത ചില ഹദീസുകളിൽ കാണാം, ഈ ഊത്തിന് മുമ്പായി ഒരു മഴ വർഷിക്കുമത്രേ. ആ മഴ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങും. ഭൂമിയിലേക്ക് ആ മഴയുടെ പ്രത്യേകത ഇന്ദ്രിയത്തുള്ളിയെ പോലെയായിരിക്കും അത്രേ ആ മഴ, ഇന്ദ്രിയത്തുള്ളിയെ പോലെയായിരിക്കും അത്രേ ആ മഴ. ഈ ഹദീസ് ഭൂമിയുമായി തട്ടിച്ചു നോക്കി ഒരുപാട് വിഷയം ചർച്ച ചെയ്യാറുണ്ട്. മഹ്ശറയാണ് നമ്മുടെ വിഷയം എന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഇന്ദ്രിയത്തുള്ളിയെ പോലെ ഇരിക്കും അത്രേ ആ മഴ. ആ മഴ ഭൂമിയിലേക്ക് ഇറങ്ങും, എന്നിട്ടോ ഖബറുകളിലേക്ക് അത് താഴ്ന്നിറങ്ങും. ഖബറുകളിൽ ആ വെള്ളം അല്പ ദിവസങ്ങൾ നിൽക്കും. ആ സമയത്ത് ഖബറുകളിൽ നുരമ്പിപ്പോയ എല്ലുകളെ രണ്ടാമത് ഈ ജലത്തിൽ വെച്ച് അല്ലാഹു രണ്ടാമത് മടക്കി പടക്കുകയാണ്. ഏതുപോലെ ഉമ്മയുടെ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് റസൂലുള്ളാഹി പറഞ്ഞു തരുന്നത്. ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കടന്ന മാതാവിന്റെ ഇന്ദ്രിയത്തുള്ളി മാതാവിന്റെ ഗർഭപാത്രത്തിൽ കുഞ്ഞായി പടച്ചുവിട്ട പോലെ ഖബറിലും അതാ ഈ വെള്ളത്തിൽ നിന്ന് നുരമ്പിപ്പോയ എല്ലുകളെ അല്ലാഹു രണ്ടാമത് മടക്കി പടക്കുകയാണ്. അങ്ങനെ അതാ സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊതൂതുമ്പോ അപ്പോഴേക്ക് ഈ ശരീരങ്ങളൊക്കെ പൂർവ്വതിഥിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാകും. എങ്ങനെയാണ് ഒരാൾ മരണപ്പെടുന്നത് അതേപോലെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാകും. പിന്നീട് ഖബറുകളിൽ നിന്ന് ആളുകൾ എഴുന്നേറ്റ് വരികയാണ്. എങ്ങനെയാണ് ഒരു വിളിയോടുകൂടെ എല്ലാവരും എഴുന്നേൽക്കും. അല്പം ആളുകൾ എഴുന്നേൽക്കുകയും ചില ആളുകൾ എഴുന്നേൽക്കാതിരിക്കുകയും ചെയ്യുകയില്ല. ഭൂമിയിലെ ആദ്യകാലം മുതൽ അവസാനത്തെ കുഞ്ഞു വരെയുള്ള മുഴുവൻ ആളുകളും എഴുന്നേൽക്കുകയാണ്. അല്ലാഹു നിങ്ങൾ ഒറ്റ വിളി അങ്ങ് വിളിച്ചാൽ നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് വരലായി. ശ്രദ്ധിക്കണോ, ഖബറിൽ നിന്ന് എങ്ങനെയാണ് എഴുന്നേറ്റ് വരുന്നത്? ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മനുഷ്യൻ പറയുന്നത് എന്താണ്? യൗമ യദൂകും ഫതസ്തജീബൂന ബിഹംദിഹ ഫതുസബ്ബിഹൂന അല്ലാഹു നിങ്ങളെ അങ്ങ് വിളിച്ചാൽ ഖബറുകൾ പിളർന്ന് നിങ്ങൾ പുറത്തു വരുമ്പോ അല്ലാഹുവിനെ ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരികയെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. ഭൂമിയിൽ വെച്ച് അല്ലാഹുവിനെ ധാരാളം ദിക്റ് ചൊല്ലിയവരാണെങ്കിൽ, നമസ്കാരം നിലനിർത്തിയവരാണെങ്കിൽ അവർ ദിക്റും ഹംദും ഒക്കെ ചൊല്ലിക്കൊണ്ടാണ് ഖബറിൽ നിന്ന് എഴുന്നേൽക്കുക. ഇനി ജീവിതത്തിൽ അല്ലാഹുവിനെ തീരെ മാനിക്കാത്തവനാണെങ്കിലോ അവനും ആ സമയത്ത് റബ്ബിനെ വാഴ്ത്തിക്കൊണ്ടാണ് ഖബറിൽ നിന്ന് എഴുന്നേൽക്കുക. മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ യൗമ തശഖഖുൽ അർളു അൻഹും, ഭൂമി അവരിൽ നിന്ന് അവരുടെ ഖബറുകൾ പിളരുകയും അവർ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യുമ്പോ യൻഫുനൂന തുറാബ അൻ റൂസിഹിം, തലയിൽ നിന്നും ശരീരത്തിൽ നിന്നും മണ്ണ് തട്ടിക്കുടഞ്ഞുകൊണ്ടാണ് ആളുകൾ എഴുന്നേറ്റ് വരിക എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറുകൾ പിളർന്ന് എഴുന്നേറ്റ് വരുമ്പോ ആളുകൾ രണ്ട് രീതിയിലാണ്. ലോകത്തെ രണ്ട് പാർട്ടിയേ ഉള്ളൂ. ഇന്ത്യ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോവുകയാണല്ലോ, പല പാർട്ടികളും മത്സരിക്കുന്നുണ്ട്. എന്നാൽ ലോകത്ത് ഭൂമിയിൽ റബ്ബിന്റെ വിഷയത്തിൽ രണ്ട് പാർട്ടികളേ ഉള്ളൂ. ഒന്ന് ഇന്നാ ഹദൈനാഹു
السبيل إما شاكرا وإما كفورا. ഒന്ന് റബ്ബിനെ നന്ദി ചെയ്യുന്നവരുടെ പാർട്ടി, മറ്റൊന്ന് റബ്ബിനെ നന്ദി ചെയ്യാത്തവരുടെ പാർട്ടി. ഇങ്ങനെ രണ്ട് പാർട്ടിയെ ലോകത്തുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ രണ്ട് പാർട്ടിക്കാരും പുറത്തേക്ക് വരുന്നത് രണ്ട് രീതിയിലാണ്. എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പല പാർട്ടിയും ജയിക്കും തോൽക്കും ഒക്കെ ചെയ്യല്ലോ അല്ലേ? ജയിച്ച പാർട്ടിക്കാര് റോട്ടിലിറങ്ങി സന്തോഷം പ്രകടിപ്പിക്കും. പരാജയപ്പെട്ടവരോ അവർ ദിവസങ്ങളോളം പുറത്തിറങ്ങില്ല. ഭൂമിയിലെ ഒരു പരാജയത്തിന്റെ സ്ഥിതിയാണിത്. എന്റെ സഹോദര മനസ്സിലാക്കണം, ഭൂമിയിലെ ഒരു പരാജയത്തിന്റെ സ്ഥിതിയാണിത്. എന്നാൽ മഹ്ശറയിലേക്കും ഖബറുകളിൽ എന്ന ആളുകൾ മഹ്ശറയിലേക്ക് പുനർജന്മം ചെയ്യപ്പെടുമ്പോ രണ്ട് രീതിയിലാണ് അവർ കടന്നു വരുന്നതെന്ന് അഷ്റഫുൽ വറാ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് കുറ്റവാളികളുടെ പാർട്ടിയാണ്. അതായത് നന്ദികേട് ചെയ്തവരുടെ പാർട്ടിയാണ്. അള്ളാഹു ജീവിതം നൽകി, റബ്ബിനെ അംഗീകരിച്ചില്ല, പള്ളികളിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ നിസ്കരിക്കാൻ പോയില്ല, ജീവിതത്തിൽ നിസ്കാരമുണ്ടായില്ല, നോമ്പുണ്ടായില്ല, ഖുർആനുമായി ബന്ധവും അയാൾക്കുണ്ടായില്ല, റബ്ബ് ചെയ്യരുതെന്ന് പറഞ്ഞ തമ്മാടിത്തരങ്ങൾ മുഴുവൻ ചെയ്തു, വീടിന്റെ അകത്തളിൽ നിന്നും റബ്ബിനെ മറന്നുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, അങ്ങനെ റബ്ബിന് നന്ദികേട് ചെയ്തവരാണ് ഒരു വിഭാഗം. അവർ കടന്നു വരുന്നത് എങ്ങനെയെന്നറിയുമോ? പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, യാ വൈലനാ മൻ ബഅഥനാ മിൻ മർഖദിനാ ഹദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. അവർ ഈ ഖബർ പിളർന്ന് പുറത്തേക്ക് വരുമ്പോ ആകെ വെപ്രാളപ്പെട്ടു പോവുകയാണ്. തങ്ങൾ കണ്ട ഭൂമിയല്ല, നമ്മൾ കണ്ട ആകാശമല്ല, നമ്മൾ കണ്ട വൃക്ഷജാതികളും നാടുമൊന്നുമില്ല. മരിച്ചിട്ടെന്ന ഖബറടക്കം ചെയ്തത് പാലോട്ട് പള്ളിയിലാണ്, അല്ലെങ്കിൽ കീഴല്ലൂരിലാണ്. പക്ഷെ അവിടെ ഒന്നുമാണോ എന്ന് തോന്നുന്നില്ല. അത്രമാത്രം മാറ്റത്തിന് വിധേയമായിരിക്കുകയാണ്. യാ വൈലനാ, ആകമാനം ബേജാറായി വെപ്രാളക്കെട്ടുകൊണ്ടവർ ചോദിക്കുമത്രേ, യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, മൻ ബഅഥനാ മിൻ മർഖദിനാ ഹാദാ, ഞങ്ങളിവിടെ സുഖമായി ഉറങ്ങിക്കിടക്കുകയാണല്ലോ, ആരാണ് ഈ ഉറക്കിൽ നിന്ന് ഞങ്ങളെ തട്ടിയെഴുന്നേൽപ്പിച്ചതെന്ന് അവർ വിളിച്ചു ചോദിക്കുമെന്ന് ഖലല്ലാഹു അസ്സ വജൽ. അവർ ചോദിക്കുകയാണ്, ആരാ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത്? അവർക്ക് തന്നെ ഈ ദിവസത്തിന്റെ വെപ്രാളങ്ങളും പ്രയാസങ്ങളും കാണുമ്പോ അവർക്ക് തന്നെ തോന്നുമത്രേ, ദാലിക യൗമുൽ വഈദ്, രാജാതിരാജനായ റബ്ബ് അടിക്കടി ഓർമ്മപ്പെടുത്തിയ, അല്ലാഹു വാഗ്ദത്തം ചെയ്ത വിചാരണയുടെ ദിവസമാണെന്ന് അവർക്ക് തന്നെ തോന്നി തുടങ്ങുകയാണ്. ഇടയ്ക്കടി അടിക്കടി ജനങ്ങളോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു. പ്രവാചകന്മാരുടെ കാലശേഷം പണ്ഡിതന്മാരുണ്ടായി. അങ്ങനെയുള്ള വേലകൾ നടന്നു, ഉപദേശങ്ങളുടെ സദസ്സുണ്ടായി. അതൊക്കെ കേട്ടവരുണ്ട്, കേൾക്കാത്തവരുണ്ട്. ഇതൊക്കെ വെട്ടിത്തരം പറയുക എന്ന് പറഞ്ഞ് ഈ വിഷയത്തിലേക്കൊന്നും കാതോർക്കാത്തവരുണ്ട്. ദാലിക യൗമുൽ വഈദ്, വിചാരണയുടെ നാളെന്നൊരു വേലുണ്ടായിരുന്നല്ലോ, അത് കേൾക്കാൻ ഞാൻ പോയില്ല, ആ ദിവസമൊന്നും ഉണ്ടാവുകയില്ലെന്ന് കരുതി അങ്ങനെ അതിനൊക്കെ തള്ളിക്കളഞ്ഞ ആളുകൾ അവർക്ക് തന്നെ തോന്നുകയാണില്ല, ഇത് വിചാരണയിലേക്ക് കൊണ്ടുപോകുന്ന ദിവസമാണെന്ന്. മാത്രമല്ല, അവർ അങ്ങനെ ചിന്തിക്കുമ്പോ അവരുടെ തൊട്ടടുത്തുള്ള മുഅ്മിനീങ്ങളായ ആളുകൾ ഇവരുടെ വെപ്രാളം കാണുമ്പോൾ അവരോട് പറയുമത്രേ, വെപ്രാളപ്പെടണ്ട, ആദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഇത് അല്ലാഹു വാഗ്ദത്തം ചെയ്ത ദിവസമാണ്. ഇങ്ങനെ ഒരു ദിവസമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇന്ന് ലോകാവസാനം ഉണ്ട് എന്ന് അറിയാത്ത മനുഷ്യന്മാരാരാ? ലോകാവസാനമുണ്ടെന്നറിയാത്തവരാരാ? ഏത് മതസ്ഥനാ ലോകാവസാനമുണ്ടെന്നറിയാത്തവൻ? 2-3 വർഷങ്ങൾക്ക് മുമ്പല്ലേ ബ്രിട്ടനിൽ ഒരുമിച്ച് കൂടിയ ശാസ്ത്രജ്ഞന്മാർ മുഴുവൻ പറഞ്ഞത്, ലോകത്ത് കാലാവസ്ഥയിൽ മാറ്റമുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ലോകം തകരാൻ പോവുകയാണ്. ഇത് കേട്ട മുഴുവൻ ആളുകൾക്കും ബാധ്യതയില്ലേ ലോകത്തിന്റെ തകർച്ചയെ കുറിച്ച് പറയുന്ന ഗ്രന്ഥങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ?
മതം ഏതെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ, സത്യസന്ധമായ വിശ്വാസം ഏതെന്ന് അന്വേഷിക്കാൻ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ ഏതാ ഇവരെ മഹ്ശറിലേക്ക് നയിക്കപ്പെടുകയാണ്. എങ്ങനെയാണ് നയിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചോളൂ. കുറ്റവാളികളെ മഹ്ശറിലേക്ക് കൊണ്ടുപോകുന്ന രീതിയാണ് നമ്മൾ പറയുന്നത്. നിസ്കരിക്കാത്തവർ, റബ്ബിന്റെ ഭൂമിയിൽ നന്ദികേട് ചെയ്ത് കാണിച്ചവർ, യൗമയുനാദിൽ മുനാദി ലിമ്മകാനിൻ ഖരീബ്, ഖബർ പിളർന്നിട്ട് അവർ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഖബറിന്റെ അടുത്ത് ഇരിക്കുന്ന, എത്ര കൊല്ലം അറിയാം, 1000 കൊല്ലം എന്നാ ചില രേഖകളിൽ കാണുന്നത്. 1000 കൊല്ലം ഖബറിന്റെ അടുത്തിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഖബറിൽ എത്രയോ കൊല്ലം, ആയിരക്കണക്കായ കൊല്ലം ഖബറിൽ നിന്ന് എഴുന്നേറ്റ് 1000 കൊല്ലം, മഹ്ശറിലേക്ക് നടന്നു പോകുന്ന വർഷങ്ങൾ ഒരുപാട്, മഹ്ശറ പിന്നെയും ഒരുപാട് വർഷങ്ങൾ, അത് കഴിഞ്ഞ് ഹിസാബ്, അത് കഴിഞ്ഞ് മീസാൻ, സിറാത്ത്, ജന്നത്ത്, സ്വർഗം, നരകം, എത്ര കൊല്ലം കാത്തിരിക്കണം? ഒരുപാട് കൊല്ലങ്ങൾ ഖബറിന്റെ അടുത്ത് 1000 കൊല്ലം ഇരിക്കേണ്ടി വരുന്ന ഒരു രേഖയിൽ കാണുന്നത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി, ഖബർ തന്നെ ഇരുട്ടായിരുന്നു. ഖബറിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്ന കുറ്റവാളി, അയാൾ തിന്മ ചെയ്തയാളാണെങ്കിൽ ഖബറിന്റെ ചുറ്റുഭാഗം ആകെ ഇരുട്ടായിരിക്കുന്ന. ഞാൻ ചോദിക്കട്ടെ, ഈ വേലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാരും പോയി, ഒരാൾ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയി നോക്കാം. ഒരാളിവിടെ ഉറങ്ങിപ്പോയി, എല്ലാവരും വേലൊക്കെ കഴിഞ്ഞു 2 മണിക്കാണ് അയാൾ എഴുന്നേൽക്കുന്നത്. അയാൾക്ക് എങ്ങനെ ഉണ്ടാവും? നമ്മളൊന്ന് ചിന്തിച്ചു. അയാൾ എങ്ങനെ ഉണ്ടാകും? പേടിച്ചു ഭയവിഹ്വലനായി പോവുകയില്ലേ? എന്നാൽ ഇത് ഭയപ്പെടുത്താനുള്ള ദിവസത്തിന്റെ സജ്ജീകരണങ്ങളുള്ള ദിവസമാണ്. ഖബറിൽ എഴുന്നേറ്റിട്ട് 1000 കൊല്ലം ഖബറിന്റെ തീർക്കുന്ന, എങ്ങനെ? അവൻ ചെയ്ത മുഴുവൻ തിന്മയും അവന്റെ നേരെ പത്തി വിടർത്തി നിൽക്കുന്ന മൂർഖൻ പാമ്പുകളെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഖബറിലും അതന്നെയായിരുന്നു സ്ഥിതി. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിച്ചു വന്നിരുന്നുവെങ്കിൽ, അയാളുടെ അനുഭവം അയാൾ പറഞ്ഞിരുന്നുവെങ്കിൽ, മരണത്തിന്റെ വേദനയും ഖബറിന്റെ ഭയാനകതയും കേട്ടിരുന്നുവെങ്കിൽ, ലമാതു അജ്മഈൻ, കേട്ടവർ മുഴുവൻ മരിച്ചു പോകുമായിരുന്നേനെ. അത്രയും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാ. എന്താണ് മനുഷ്യന്മാരെ പറഞ്ഞിട്ട് ഇതൊന്നും മനസ്സിലാവാത്തത് എന്ന മട്ടിലാണ് റബ്ബിന്റെ ചോദ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങനെ ഖബറിന്റെ അടുത്ത് എഴുന്നേറ്റിരിക്കുന്ന ആളെ ഏതാ പെട്ടെന്ന് വിളിക്കുന്നു. ഖബറിന്റെ അടുത്ത് 1000 കൊല്ലം എഴുന്നേറ്റിരിക്കുകയാണ്. പിന്നെ മഹ്ശറിലേക്ക് വിളിക്കുമ്പോൾ അവൻ അവിടെ നിന്ന് മഹ്ശറിലേക്ക് പോകുന്നത്. മഹ്ശറിലേക്ക് വിളിക്കുക എങ്ങനെയാണ്? ലോകത്താകമാനം എല്ലാ ഭാഗത്തും ആളുകൾ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുകയാണ്. ആ സമയത്തതായോ യുനാദിൽ മുനാദി ബിമഖാനിൻ ഖരീബ്, അയാൾക്ക് അടുത്ത് നിന്ന് ആരോ വിളിക്കുന്ന പോലെ തോന്നുകയാണ്. ഉഖ്റുജൂ ഇലൽ മഹ്ശർ, മഹ്ശറിലേക്ക് വരൂ എന്ന് ആരോ വിളിച്ചു പറയുന്ന പോലെ. ഈ വിളി കേൾക്കുന്ന പാടെ യൗമഇദി യത്തബിഊന ദാഇയ ലാ ഇവജ ലഹു, കേൾക്കണം എന്റെ സഹോദര, കുറ്റവാളികൾക്ക് മഹ്ശറയാകെ ഇരുട്ടായി അനുഭവപ്പെടുകയാണ്. ഇരുട്ടായി അനുഭവപ്പെടും. എങ്ങനെയെന്നറിയോ? അതുകൊണ്ട് അല്ലാഹു അന്ധത സൃഷ്ടിച്ചത്. അന്ധത സൃഷ്ടിച്ചത് എന്തിനാണ്? നമ്മളൊരു അന്ധൻ നമ്മളെ മുമ്പിൽ വന്നിട്ട് പറയാം, ഇവിടെ ആകെ ഇരുട്ടാണ്, നമ്മൾ സമ്മതിക്കും? ഒരു അന്ധനായ മനുഷ്യൻ ഇവിടെ വന്നിട്ട് പറയാം, ഓ മനുഷ്യന്മാരെ, നിങ്ങളൊക്കെ ഇരുട്ടത്താണോ വേല കേൾക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളെന്താ പറയാ? ഇരുട്ടിലല്ല, വെളിച്ചമാണ്. നമ്മളെ ഇടയിൽ ഇരിക്കുന്ന അന്ധന് ഇരുട്ട്, അവന് വെളിച്ചം കാണാനും കഴിയുന്നില്ല. എന്നാൽ നമ്മളെ വെളിച്ചം കാണേണ്ടത് അതേപോലെയാണ്. കുറ്റവാളികൾക്ക് അവരുടെ ചുറ്റും ഇരുട്ടാകും, മുഅ്മിനീങ്ങൾക്ക് അവരുടെ ചുറ്റും പ്രകാശമാകും. എങ്ങനെയാണ് പ്രകാശമാകുന്നത് എന്ന് പറഞ്ഞു വരാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, അടുത്ത് നിന്നാരോ വിളിക്കുന്ന പോലെ. ഈ വിളി കേൾക്കുമ്പോൾ എന്ത് ചെയ്യുന്ന? ഇരുട്ടത്തിരിക്കുന്ന ആള് വന്നിട്ട് ഒരാളെ വാ എടോ ഒന്ന് പറഞ്ഞാൽ കൈ പിടിച്ചാൽ അയാള് രക്ഷകനാണെന്ന് കരുതി അയാളുടെ കൂടെ പോകുമല്ലോ. അതേപോലെ പേടിച്ചരണ്ടിരിക്കുന്ന മനുഷ്യൻ ഈ വിളി കേൾക്കുന്ന പാടെ വിളി കേട്ട ഭാഗത്തേക്ക് പോവുകയാണ്. ഖുർആനാണ് ഞാൻ ഓതുന്നത്. ഇന്ന് ഞാൻ ഇവിടെ ഓതുന്ന അധികവും ആയത്തുകൾ മാത്രമാണ്. വിളിക്കുന്ന ഭാഗത്തേക്ക് അവർ പോകുന്നു. എങ്ങനെ? ആ വിളിയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നതിനനുസരിച്ച് തെറ്റാതെ പോവുകയാണ്. തെറ്റാതെ ആ ശബ്ദം കേൾക്കുന്നതിനനുസരിച്ചാണ് അവർ നടന്നു പോകുന്നത്. എങ്ങനെയാണെന്നറിയുമോ? ഭീതിതമായ വെട്ടുകിളികളുടെ പക്ഷികളുടെ കൂട്ടം പേടിച്ചു വിരണ്ടു പറക്കുന്ന പോലെ. അങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്.
പറഞ്ഞത്. ജറാദ് എന്ന് പറഞ്ഞാൽ വെട്ടുകിളി എന്നാണ്. അങ്ങനെ ഒരു പക്ഷിയെയാണ് പരിശുദ്ധ ഖുർആൻ അതിന് ഉപമയായി എടുത്തത്. പേടിച്ചു വിരണ്ടോടുന്ന, കൃഷി നശിപ്പിക്കാൻ വന്ന വെട്ടുകിളികളെ പേടിപ്പിച്ച ഒരാൾ, ആ പേടി കാരണം പേടിച്ച് വിരണ്ടു പറക്കുന്ന പക്ഷികൾ എങ്ങനെയാണോ പറക്കുക, അതുപോലെയാണ് ഈ മനുഷ്യർ മഹ്ശറിലേക്ക് ഓടുന്നത്. കന്നഹും ജറാദുൻ മുൻതശിർ, കന്നഹും ജറാദുൻ മുൻതശിർ, വിരണ്ട് പറക്കുന്ന പക്ഷികളെ പോലെ, വെട്ടുകിളികളെ പോലെ. എങ്ങനെയെന്നറിയുമോ? ഇവരിങ്ങനെ പറക്കുന്ന സമയത്താണ് അവർ ആലോചിക്കുന്നത്, ഇല്ല ഇങ്ങനെ ഒരു ദിവസമുണ്ടെന്ന് നേരത്തെ ഞങ്ങൾ കേട്ടിരുന്നല്ലോ. ലഖദ് കുൻത ഫീ ഗഫലത്തിൻ മിൻ ഹാദാ ഫകശഫനാ അൻക ഗിതാഅക് ഫബസറുക യൗമ ഹദീദ്. അപ്പോഴാണ് അവന് ബോധ്യം വരുന്നത്, ഞങ്ങളെ ഈ നയിച്ചു കൊണ്ടുപോകുന്നത് വിചാരണയുടെ നാടിലേക്കാണെന്ന് തോന്നുന്നത്. ഉടനെ അപ്പോഴാണ് ഈ മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുക, ഞാൻ എന്തേ ഒരു നശിക്കാത്ത ജീവിതത്തിന് വേണ്ടി ദുനിയാവിലെ 10 ദിവസം ഞാൻ എന്തിന് കളഞ്ഞോ? ഇങ്ങനെ കുറ്റവാളികൾ ഒന്നാകെ ഒരുമിച്ച് ഓടുന്ന സമയത്ത്, കുറ്റവാളികൾ പോകുന്ന രംഗം നമ്മൾ പറയുന്നുണ്ട്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുറ്റവാളികൾ ഒരുമിച്ച് ഓടുന്ന സമയത്ത് എല്ലാവരും അല്ലാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും സമ്പാദിച്ചവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇങ്ങനെ കുറ്റവാളികൾ പോകുന്ന സമയത്ത് അവർ ചിന്തിച്ചു പോകുമത്രേ, എന്തിനു വേണ്ടിയായിരുന്നു ഞങ്ങൾ ഈ ദിനത്തിന് വേണ്ടി ദുനിയാവിലെ 10 ദിവസം ഞങ്ങൾ കളഞ്ഞത്? അവരിങ്ങനെ പരസ്പരം ചോദിക്കുകയാണ്, എത്ര ദിവസമാണ് നമ്മൾ ദുനിയാവിൽ ജീവിച്ചത്? ആ സമയത്ത് അവർ പറയുന്നു, 10 ദിവസമേ ദുനിയാവിൽ ഞങ്ങൾ ജീവിച്ചിട്ടുള്ളൂ. ആ സമയത്ത് അവരിൽ വേറെ ചില ആളുകൾ പറയുകയാണ്, ഇത് യഖൂലു അംസലുഹും തരീഖ, അവരിൽ കേമന്മാരെന്നറിയപ്പെടുന്ന ആളുകൾ പറയും, ഇല്ല ഒരു ദിവസമേ ഞങ്ങൾ ജീവിച്ചിട്ടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണല്ലോ ജീവിതത്തിൽ പ്രയാസം തോന്നുമ്പോ ഇതിനു മുമ്പ് ഒരിക്കലും സുഖം അനുഭവിച്ചിട്ടില്ല എന്ന് മനുഷ്യർക്ക് തോന്നിപ്പോകാറില്ലേ? ഇവർ പറയുകയാണ്, 10 ദിവസമൊന്നും ഞങ്ങൾ ദുനിയാവിൽ ജീവിച്ചിട്ടില്ല, ഒരു ദിവസമേ നമ്മൾ ജീവിച്ചിട്ടുള്ളൂ. അപ്പൊ അവരിൽ വേറെ ചില ആളുകൾ വിളിച്ചു ചോദിക്കുന്നു, ഖബറിൽ നമ്മൾ എത്ര ദിവസമാണ് ജീവിച്ചത്? ഖബറിലാകെ 1 മണിക്കൂർ മാത്രമേ നമ്മൾ താമസിച്ചിട്ടുള്ളൂ എന്നാണ് അവർ വിളിച്ചു പറയുക. അത്ര പ്രയാസമേ, അത്രമേൽ പ്രയാസം തോന്നും അത്രയാ ദിവസം. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അങ്ങനെ അവർ മഹ്ശറയെ ലക്ഷ്യമാക്കി ഓടുകയാണ്. പേടിച്ചു വിരണ്ടിട്ടവരുടെ കണ്ണുകൾ കണ്ടടത്തിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ടാകും. ശ്രദ്ധിക്കണം, പേടിച്ചു വിരണ്ടിട്ട് കണ്ണുകൾ കണ്ടടത്തിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ടാകും. ആകമാനം പേടിച്ചു വിരണ്ടാണ് അവർ പോകുന്നത്. സത്യനിഷേധികൾ പറയുന്നു, ഇത് അസഹനീയമായ ദിവസം തന്നെയാണല്ലോ. കച്ചവടമോ സൗഹൃദ ബന്ധമോ വിജയത്തെ പോലെ ശുപാർശയോ ഒന്നും ഉപകാരപ്പെടാത്ത ദിവസമാണല്ലോ എന്നവർ വിളിച്ചു പറയുകയാണ്. ആ ഓടുന്ന ഓട്ടത്തിൽ അതാ അവർ സ്വന്തം ഭാര്യമാരെ കാണുകയാണ്, മക്കളെ കാണുകയാണ്, കുടുംബങ്ങളെ കാണുകയാണ്. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, മക്കളെ കാണുന്ന മാത്രയിൽ ഓടുന്നവൻ മുഖം തിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയുമോ? താൻ ചെയ്ത കുറ്റത്തിൽ തന്നെ ബേജാറിലാണ്. പിന്നെ മക്കൾ രക്ഷപ്പെടാൻ വേണ്ടി പല തെറ്റും ഒരുപക്ഷെ മക്കൾ പഠിച്ചിട്ടുണ്ടാവുക. പിതാക്കളെ കണ്ടിട്ടാകും, മാതാവിനെ കണ്ടിട്ടാകും. ശ്രദ്ധിക്കണം എന്റെ സഹോദരി, നിന്റെ കുഞ്ഞിനെ റിമോട്ട് കൺട്രോൾ ഉപയോഗിക്കാൻ അറിയില്ലായിരുന്നു, അത് പഠിപ്പിച്ചു കൊടുത്തത് നീയാണ്. ആ റിമോട്ട് കൺട്രോൾ പഠിപ്പിച്ചത് നീയാണ്. ആ കുട്ടി ആ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ടാണ് സിനിമ കണ്ടത്, ഹറാമ കണ്ടത്. കുട്ടി റബ്ബിനോട് പറയും, പടച്ചോനെ ഞാൻ ചെറിയ കുഞ്ഞായിരുന്നു, എനിക്കൊരു വിവരവും ഉണ്ടായിരുന്നില്ല, എന്നെ അതൊക്കെ കാണാൻ പഠിപ്പിച്ചത് എന്റെ വാപ്പയാണ്, എന്റെ ഉമ്മയാണ്. മക്കൾ അങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും എന്നെ കൊടുക്കുമോ എന്ന് പേടിച്ചിട്ട് ഈ മനുഷ്യനതായ ഈ മനുഷ്യനതാ മക്കളെ കാണുമ്പോ മുഖം തിരിച്ചോടുകയാണ്, ഭാര്യയെ കാണുമ്പോ മുഖം തിരിക്കുന്നു. കാരണം എന്താണെന്നറിയുമോ? ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പല തെറ്റും ചെയ്തിട്ടുണ്ടാകും, ഭാര്യയെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി പല തെറ്റും ചെയ്തിട്ടുണ്ടാകും. അപ്പൊ
ഭാര്യയുടെ കൂടെ സിനിമക്ക് പോയവരുണ്ടാകും, ഭാര്യയുടെ കൂടെ ഹറാമായ ടൂർ പോയവരുണ്ടാകും, ഭാര്യയെ കൂട്ടിയിട്ട് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഹറാമായ കാഴ്ചകൾ കണ്ടവരുണ്ടാകും. അപ്പൊ അവനെന്താ വിചാരിക്കുക? എന്റെ ഭാര്യ എന്നെ റബ്ബിന്റെ മുമ്പിൽ കൊടുക്കുമോ എന്ന് വിചാരിച്ചവൻ ഭാര്യയെ കാണുമ്പോൾ മുഖം തിരിച്ചു കളയുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശുഅനൻ യുഗ്നി. എന്നാലോ അന്ന് ഇങ്ങനെയാണ് തെറ്റു ചെയ്ത ആളുകൾ മഹ്ശറയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ ഉറക്കെ ചൊല്ലൂ സ്വലാത്ത്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയായ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുത്ത് നിൽക്കുകയാണ്. പുണ്യപ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ പ്രവാചകരെ, യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജ, സൂറെന്ന കാഹളത്തിൽ ഊതപ്പെട്ടാൽ ആളുകൾ സംഘം സംഘമായി വരുമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? എങ്ങനെയാണ് നബി അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫബകാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജ, സൂറെന്ന കാഹളത്തിൽ ഊതപ്പെട്ടാൽ ആളുകൾ സംഘം സംഘമായി വരുമെന്ന ഈ ആയത്ത് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ഓതിയപ്പോഴേക്ക് റസൂലുള്ളാഹി കരയാൻ തുടങ്ങി. റസൂലുള്ളാഹിന്റെ കണ്ണുനീര് കാരണം റസൂലുള്ളാഹിന്റെ വസ്ത്രം നനഞ്ഞു പോയത്രേ. ഹദീസ് രേഖപ്പെടുത്തുകയാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി ോട് പറഞ്ഞു, നിങ്ങൾ ചോദിച്ചത് വളരെ വലിയൊരു കാര്യമാണ് മുആദേ, ഞാൻ പറഞ്ഞു തരാം. എന്റെ ഉമ്മത്ത് 12 വിഭാഗമായാണ്, പ്രധാനമായും 12 വിഭാഗമായാണ് മഹ്ശറയിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന് ശഫീഉൽ വറാ നബിയുനാ മുഹമ്മദ് മുസ്തഫ. എല്ലാരും ഒന്ന് ശ്രദ്ധിക്കട്ടെ, വേറെ ചിന്തയൊക്കെ ഒന്ന് മാറ്റിവെക്ക്. ഈ കൂട്ടത്തിൽ ഏത് കൂട്ടത്തിലാണ് നമ്മൾ ഉണ്ടാവുക ഒന്ന് ചിന്തിക്കോ. എന്നിട്ട് വേണം തൗബ ചെയ്യാൻ, റബ്ബിനോട് അല്ലാഹുവിനെ ഖൽബ് നൽകാൻ, റബ്ബിനോട് പറയാൻ, പടച്ചോനെ നിന്നെ പേടിച്ചായിരുന്നു ഞങ്ങൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതെന്ന് പറയാൻ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ്, 12 വിഭാഗമായാണ് മഹ്ശറയിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നാം വിഭാഗം യുഹ്ശറൂന മിൻ ഖുബൂരിഹിം ലൈസ ലഹും യദാനി വലാ റിജ്ലാൻ, ഖബറുകളിൽ നിന്നവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അവർക്ക് 2 കൈകളും കാലുകളും ഉണ്ടാവുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഖബറിന്ന് വരുമ്പോ എങ്ങനെ ഉണ്ടാവും? ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പോ കയ്യും കാലും ഇല്ലെങ്കിലുള്ള സ്ഥിതി എന്താ? ഖബറിൽ എഴുന്നേറ്റ് വരുമ്പോ കയ്യും കാലും ഇല്ലെങ്കിൽ ഭീതിതമായ ഈ ദിവസത്തിൽ വിരണ്ടോടാൻ പോലും കഴിയില്ല, കൈകളും കാലുകളും അവർക്ക് ഉണ്ടാവുകയില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അപ്പോഴേ കഥാ കയ്യും കാലും ഇല്ലാത്ത ആളുകൾ ഒരു ഭാഗത്തേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്. വിളിച്ചു പറയപ്പെടുന്നു, ഫയുനാദിൽ മുനാദി മിൻ ഖബലിർ റഹ്മാൻ അയൽവാസികളെ ബുദ്ധിമുട്ടിച്ചവരായിരുന്നു ഇവരെന്ന് വിളിച്ചു പറയപ്പെടുമെന്ന് ശഫീഉൽ വറാ നബിയുനാ റസൂലുള്ളാഹ്. ശ്രദ്ധിച്ചോളൂ, അയൽവാസികളെ ആര് ബുദ്ധിമുട്ടിച്ചോ മഹ്ശറയിൽ അവർ പോകുന്ന സമയത്ത് ഹിസാബിനായി പോകുമ്പോ കൈകാലുകളില്ലാതെയാണ് അവർ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. അയൽവാസി ഇങ്ങോട്ട് ചെയ്താലും തിരിച്ചു ചെയ്യേണ്ട അപകടമാണ്. അയൽവാസിയെ ആര് ബുദ്ധിമുട്ടിക്കുന്നവോ അത് കൈകാലുകൾ കൊണ്ടാണെങ്കിലും നാവ് കൊണ്ടാണെങ്കിലും ശരി അപകടമാണ്, അപകടമാണ്, അപകടമാണ്. പണ്ടൊരു മഹാനോട് ചോദിച്ചല്ലോ, അദ്ദേഹത്തിന്റെ വീട്ടിൽ എലികൾ വർദ്ധിച്ചു. ആരോ എന്ന് പറഞ്ഞു, വീട്ടിൽ പൂച്ചയെ വളർത്തിയാൽ എലികൾ ഉണ്ടാവുകയില്ല. അപ്പയാള് പറഞ്ഞു, ഇല്ല, ഞാൻ പൂച്ചയെ വളർത്തുകയില്ല. എന്താ കാരണമെന്ന് ചോദിച്ചു. അപ്പയാള് പറഞ്ഞു, ഞാൻ പൂച്ചയെ എന്റെ വീട്ടിൽ വളർത്തിയാൽ പൂച്ചയെ പേടിച്ചിട്ട് എലികളൊക്കെ അയൽവാസികളുടെ
വീട്ടിലേക്ക് ഓടിപ്പോകും. എന്റെ പ്രിയമുള്ള സഹോദര, ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അയൽവാസികളെ ബുദ്ധിമുട്ടിപ്പിച്ചവൻ കൈകാലുകളില്ലാതെയാണ് മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. വസാനി, രണ്ടാം വിഭാഗം യുശറൂന മിൻ ഖുമൂരിഹിം അലാ സൂറത്തിൽ ഖനാസിർ, പന്നികളുടെ രൂപത്തിലാണ് അവർ മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. അവരല്ല, പന്നികളുടെ രൂപത്തിലത് അവർ ഈ ഭാഗം ജനങ്ങൾ മഹ്ശറിലേക്ക് പോകുന്നു. വിളിച്ചു പറയപ്പെടുന്നു, ഹൗലാഇല്ലദീന യതഹാവനൂന ബിസ്സലാ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ അലംഭാവം കാണിച്ചവരാണ് ഇവരെന്ന് വിളിച്ചു പറയപ്പെടുകയാണ്. നിസ്കരിക്കാത്തവർ എന്നല്ല, നിസ്കാരത്തിന്റെ കാര്യത്തിൽ അലംഭാവം കാണിച്ചവർ എന്ന് പറഞ്ഞാൽ തോന്നുമ്പൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാരെ കേട്ടോളൂ. തോന്നുമ്പോഴൊക്കെ നിസ്കരിക്കുന്ന ആളുകൾ ബാങ്ക് കൊടുത്തു പരിഗണിക്കൂല, അർജന്റായ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും അത് കഴിഞ്ഞിട്ടെങ്കിലും നിസ്കരിക്കാൻ സമയം കണ്ടെത്തുകയില്ല. എല്ലാം കഴിഞ്ഞ് നമസ്കാരം ബന്ധിപ്പിക്കുന്നവർ, എന്റെ പെങ്ങളെ, കല്യാണത്തിന്റെ വീടുകളിലെ ഖബറുകളിൽ നിന്ന് പന്നികളായി മഹ്ശറയിലേക്ക് ഒരുമിച്ച് കൂട്ടാൻ സഹായിക്കുന്ന വേദികളല്ലേ എന്ന് പെൺകുട്ടികളെ ചമയിക്കാൻ പോകുന്ന ആളുകൾ നിസ്കരിക്കാറുണ്ടോ? മംഗലം കഴിയുന്ന എത്ര വീടുകളിൽ നമസ്കരിക്കാറുണ്ട്? നാളെ നീ ചമയിക്കാൻ പോയതാണെങ്കിൽ നാളെ നീ ഖബറുകളിൽ നിന്ന് പന്നിയുടെ കോലത്തിലാണ് യാത്രയാക്കപ്പെടുന്നതെന്ന് അഷ്റഫുൽ വറാ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചോളൂ. അവനവന്റെ ഖബറിൽ ആരും ഉണ്ടാവുകയില്ല, നിന്റെ പെൺകുട്ടി ഉണ്ടാവുകയില്ല, നിന്റെ ആങ്ങളെ ഉണ്ടാവുകയില്ല, നിന്റെ കുടുംബക്കാരുണ്ടാവുകയില്ല, സമയിക്കാൻ നിന്നെ പറഞ്ഞയച്ചവരുണ്ടാവുകയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോളൂ, അപകടമാണ്, അപകടമാണ്, അപകടമാണ്. വെറുതെ നെഞ്ഞ് ചണ്ടയാക്കുകയല്ല ഇത്, മാറ്റമുണ്ടാകാൻ. യതഹാവനൂന ബിസ്സലാ, നിസ്കാരം, ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അലംഭാവം കാണിക്കുന്ന ആളുകൾ പന്നികളുടെ കോലത്തിലാണ് മഹ്ശറയിലേക്ക് വരികയെന്ന് ശഫീഉൽ വറാ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വളരെ ചുരുക്കിയാണ് ഈ വിഷയം പറയുന്നത്. മൂന്നാം വിഭാഗം ആരാണെന്നറിയുമോ? യശ്റൂന മിൻ ഖബൂരിഹിം വബുതൂനുഹും മിസ്ലൽ ജിബാൽ, ഖബറുകളിൽ നിന്ന് യാത്രയാക്കപ്പെടുന്നു. ബുതൂനുഹും മിസ്ലൽ ജിബാൽ, അവരുടെ വയറുകൾ പർവ്വത സമാനമാണ്. വലിയ വലിയ വയറന്മാർ, വലിയ വലിയ വയറന്മാരാണവർ. വലിയ വയറ് മംലൂഅത്തും മിനൽ ഹയ്യാതി വൽ അഖാരിബ്, ഈ വയറുകൾ നിറയെ ഉള്ളത് സർപ്പങ്ങളും തേളുകളുമാണ്. കമിസ്ലിൽ ബിഗാൽ ഫയുനാദി المنادي هؤلاء الذين يمنعون الزكاة, ഇത് സകാത്ത് കൊടുക്കാത്തവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സകാത്ത് കൊടുക്കാത്ത ആളുകൾ വലിയ വയറന്മാരായിരിക്കും. അവരുടെ വയറിൽ നിറയെ തേളുകളും പുഷ്പങ്ങളുമായിരിക്കും. കാരണം എന്താ? പാവപ്പെട്ടവന്റെ സ്വത്തെടുത്ത് തിന്നവനാണവൻ. പാവപ്പെട്ടവന് കൊടുക്കേണ്ടവന് കൊടുത്തില്ല. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, പാവപ്പെട്ടവന്റെ അവകാശം കൊടുക്കാതിരുന്നാൽ പിന്നീടത് പാവപ്പെട്ടവന്റെ അവകാശം ചേർന്ന സമ്പത്താകും. വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. കഷ്ടപ്പെടുന്നവർ നമ്മുടെ തൊട്ടടുത്തുണ്ട്. നമ്മൾ സുഖിക്കുമ്പോ, സുഖാഡംബരങ്ങളിൽ മുഴുകുമ്പോ ഒരൽപ്പമെങ്കിലും അവരെ ഓർക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നാലാം വിഭാഗം യുശ്റൂന മിൻ ഖബൂരിഹിം യജ്രി മിൻ അഫ്വാഹിഹിം ഉദ്ദം, അവരുടെ വായിൽ നിന്ന് രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ടാണ് അവർ മഹ്ശറയിലേക്ക് പോകുന്നത്. ആരാണതെന്നറിയുമോ? ഹൗലാഇല്ലദീന കദബൂ ഫിൽ ബൈഇ വശ്ശിറാ, കളവ് പറഞ്ഞ കച്ചവടക്കാരൻ ാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. വളരെ ശ്രദ്ധിച്ചോളൂ. കച്ചവടം നടത്തുന്നവർ വളരെ ശ്രദ്ധിച്ചു, വളരെ ശ്രദ്ധിച്ചോളൂ. ആ കളവ് പറഞ്ഞ നാവുകൾ രക്തമൊലിച്ചുകൊണ്ടാണ് മഹ്ശറയിലേക്ക് പോകുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹ്. കള്ളം പറഞ്ഞ കച്ചവടക്കാരൊക്കെ ഒരു ഭാഗത്തൂടെയാണ് നടന്നു പോകുന്നത്. റസൂലുള്ളാഹ് പറയുകയാണ്, അഞ്ചാം വിഭാഗം യുശ്റൂന മിൻ ഖബൂരിഹിം ഖദിൻ തഫഹു, അഞ്ചാം വിഭാഗം എങ്ങനെയെന്നറിയോ? അവർ ഖബറുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അവരുടെ ശരീരമാകെ പൊള്ളച്ചിരിക്കുകയാണ്, നീര് വന്ന് വീർത്തിരിക്കുകയാണ്. ശവത്തേക്കാൾ വലിയ ദുർഗന്ധമാകും.
ശവത്തേക്കാൾ വലിയ ദുർഗന്ധം, ശരീരമാസകലം പൊള്ളച്ചു വീർത്തിരിക്കുകയാണ്. ആളുകൾ വരെ കാണുമ്പോഴേക്ക് മൂക്ക് പൊത്താൻ തുടങ്ങും. ആരാണെന്നറിയുമോ? ഇത് ജനങ്ങളെ പേടിച്ചു തെറ്റുമറച്ചു വെക്കുകയും അള്ളാഹുവിനെ പേടിച്ചു തെറ്റുകളിൽ നകലുകയും ചെയ്യാത്ത ആളുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാകട്ടെ. ആറാം വിഭാഗം ആരാണെന്നറിയുമോ? അതായത് കഴുത്ത് മുറിക്കപ്പെട്ടവരായി, ഉടല് മാത്രം, തലയില്ല, തല ഒടിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയാണ് മഹ്ശറയിലേക്ക് അവർ പോകുന്നത്. ആരാണത്? കള്ളസാക്ഷി പറയുന്നവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. കേട്ടോളൂ, കള്ളസാക്ഷി പറയുന്നവർ. കേസുണ്ടായി, ആ കേസിന് കുടുംബക്കാരന് അല്ലെങ്കിൽ തനിക്ക് പണം നൽകിയവൻ അനുകൂലമായി വിധി വരാൻ വേണ്ടി കള്ളസാക്ഷ്യം നിൽക്കുക. നിങ്ങൾക്ക് ഒരുപക്ഷെ 1 ലക്ഷം കിട്ടി എന്ന് പറഞ്ഞേക്കാം. ആ 1 ലക്ഷമില്ലേ, നിങ്ങളുടെ കഴുത്തൊടിഞ്ഞാണ് നിങ്ങൾ മഹ്ശറയിലേക്ക് പോവുകയെന്ന് അഷ്റഫുൽ വറാ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധനം നഷ്ടപ്പെട്ടു പോയി, എന്നിട്ട് മറ്റൊരാളുടെ പേരിൽ ആരോപണം നടത്തുക. ആരോപണത്തിന് തെളിവൊന്നുമില്ല. ഇവൻ പറയുക നീ തന്നെയാണ്, വല്ലാഹി 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 തുമ്മ വല്ലാഹി നീ തന്നെയാണെന്ന് യാതൊരു തെളിവുമില്ലാതെ കള്ളസത്യം ചെയ്തുകൊണ്ട് പറയുക. അങ്ങനെ പറഞ്ഞവന്റെ തലയൊടിഞ്ഞാണ് മഹ്ശറയിലേക്ക് അവൻ പോവുകയെന്ന് നബിയുനാ റസൂലുള്ളാഹ്. فينادي المنادي من قبل الرحمن هؤلاء الذين يشهدون الزور فهذا جزاؤهم ومصيرهم إلى النار. ഏഴാം വിഭാഗം ആരാണെന്നറിയുമോ? യുഹ്ശറൂന മിൻ ഖുബൂരിഹിം, അവരുടെ ഖബറുകളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. ലൈസ ലഹും മൽസിന, അവർക്ക് നാവുകളില്ല. യജ്രി മിൻ അഫ്വാഹിമുൽ ഖൈഹു വദ്ദമു, അവരുടെ വായിൽ നിന്ന് രക്തവും ജലവും ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ ഹൗലാഇ الذين يمنعون الشهادة. ഇതാരാണെന്നറിയുമോ? സത്യം മനസ്സിലാക്കിയിട്ടും സത്യം അംഗീകരിക്കാത്തവനും സത്യത്തിന് വേണ്ടി സാക്ഷിയാകാത്തവനുമാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ്. വസ്സാമിനു, കേട്ടോളൂ, എട്ടാം വിഭാഗം. യുഹ്ശറൂന മിൻ ഖുബൂരിഹിം, അവരവരുടെ ഖബറുകളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. നാകിസു റൂസിഹിം, താഴ്ത്തിയിട്ടാണ് അവർ ഉള്ളത്. വർജുലുഹും ഫൗക റൂസിഹിം, അവരുടെ കാലുകൾ അവരുടെ തലക്ക് മീതെയാണ്. തല ഇങ്ങനെ താഴ്ത്തിയിട്ട് 2 കാലുകളും തലക്ക് മീതെയാണ്. ഫയുനാദിൽ മുനാദി മിൻ ഖബലിർ റഹ്മാൻ, റബ്ബിന്റെ ഭാഗത്ത് നിന്ന് വിളി വരുന്നു. അതായത് ആരാണിതെന്നറിയുമോ? ഹൗലാഇല്ലദീന കാനൂ യസ്നൂൻ വലം യതൂബൂ, വ്യഭിചാരികളാണവർ, വ്യഭിചാരികളാണവർ, വ്യഭിചാരികളാണവർ. തല താഴോട്ട്, എന്നിട്ടോ 2 കാലുകളും തലക്ക് മീതെ ചന്തി കൊത്തി നിരങ്ങിയാണ് അവർ മഹ്ശറയിലേക്ക് പോവുകയെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 9ാം വിഭാഗം ആരാണെന്നറിയുമോ? യുഹ്ശറൂന മിൻ ഖുബൂരിഹിം സൂദൽ വുജൂഹ്, ഖബറുകളിൽ നിന്ന് അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. മുഖം കറുത്തിരുണ്ടിരിക്കുകയാണ്. സുർഖൽ ഉയൂൻ, കണ്ണുകൾ കോങ്കണ്ണാണ്. മുഖം കറുത്തിട്ട് കണ്ണ് കോങ്കണ്ണും. വബുതൂനുഹും മംലൂഅത്തും മിനന്നാർ, വയറുകൾ തീ കൊണ്ട് നിറക്കപ്പെട്ടതാണ്. വിളി വരുന്നു. ആരാണിതെന്നറിയുമോ? ഹൗലാഇല്ലദീന യഅകുലൂന അംവാറൽ യതാമാ ദുൽമാ, യതീമുകളുടെ സ്വത്ത് അപഹരിച്ചെടുത്തവനാണവൻ. യതീമുകളുടെ സ്വത്ത് അപഹരിച്ചെടുത്തവനാണവൻ. കൂട്ടുകച്ചവടമായിരുന്നു ഗൾഫിൽ. കൂട്ടുകാരൻ മരണപ്പെട്ടു പോയി. അവന്റെ കുടുംബക്കാർക്കറിയില്ല കച്ചവടം എവിടെയാണ്, ഭാര്യക്കറിയില്ല. ആ കച്ചവടം തിന്നെ അവന്റെ മക്കളായ യതീമുകൾക്ക് അവകാശപ്പെട്ട സ്വത്ത് അവന്റെ മക്കൾക്ക് കൊടുക്കാതെ അപഹരിച്ചു തന്നവൻ, അല്ലെങ്കിൽ യതീമായ മക്കളുടെ സ്വത്ത് സംരക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവൻ, അത് അനധികൃതമായി അതിൽ നിന്ന് അപഹരിച്ചു തന്നവൻ. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. യതീം ഖാനകൾ തുടങ്ങാൻ എളുപ്പമാണ്, നരകമില്ലാതെ അത് നടത്തിക്കൊണ്ടു പോവുക എന്നത് വളരെ പ്രയാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാകട്ടെ, മാപ്പാക്കി തരുമാറാകട്ടെ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യതീമിന്റെ സ്വത്ത് അപഹരിച്ചവനാണവൻ. 10ാം വിഭാഗം ആരാണെന്നറിയുമോ? യുഹ്ശറൂന മിൻ ഖുബൂരിഹിം, അവരവരുടെ ഖബറുകളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. വഖദ് മുലിഉ ജുദാമൻ വബറസ, ശരീരമാസകലം കുട്ടരോഗവും വെള്ളപ്പാണ്ടും പിടിപെട്ടിട്ടുണ്ട്. ഫയുനാദിൽ മുനാദി മിൻ ഖബലിർ റഹ്മാൻ,